ഹായ് കൂട്ടുകാരെ, ഞാനിന്നൊരു ഞണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞണ്ട് തിളപ്പിച്ച് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഞണ്ട് പുഴുങ്ങി വൃത്തിയാക്കി കഴുകിയെടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അതിന് ചേർക്കാനായിട്ട് സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ അതിൻ്റെ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. നല്ലതുപോലെ പൊട്ടി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ സവാളയെല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലയും ഗരം മസാലയും കൂടെ മിക്സ് ആക്കി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പം അരപ്പ് എല്ലാത്തിലും നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും